welcome back to our channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു ഐ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഐ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തപ്പോഴത്തേക്കും കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നമ്മൾ അതുപോലെ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ആണ് കാണിച്ചിട്ടായിട്ട് പോകുന്നത്. സെലിബ്രിറ്റീസ് ഒക്കെ പല ഡ്രസ്സിൻ്റെ കൂടെയും അവർ ട്രൈ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്, ഐ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും സ്മോക്കി ഐ ലുക്ക്, സ്മോക്കി ഐ മേക്കപ്പ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകണം. അതിൻ്റെ പല വേർഷൻസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യൂട്ടിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്യാനാണെങ്കിലോ ഒക്കെ പല രീതിയിൽ നമ്മൾ സ്മോക്കി ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മഡ്ജ് ലൈനർ ലുക്ക് അത് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ബ്രഷസ് യൂസ് ചെയ്ത് കറക്റ്റ് പ്രോപ്പർ പ്രോഡക്റ്റുകൾ കാണിച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എക്സാക്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, മേക്കപ്പ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാവും. കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ലുക്ക് ചെയ്യാമെന്നുള്ളത്, ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മാർസിൻ്റെ ഗേൾ പവർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോക്ക് പോണതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ വർക്ക്സ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മേക്ക് ഓവർ എന്നാണ്. അതിൽ എൻ്റെ വർക്ക്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്, ബ്രൈഡൽ വർക്ക്സ് അല്ലെങ്കിൽ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അല്ലാത്ത റീൽസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ parvathynanduoffcl എന്ന് പറഞ്ഞ പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഐ ലിഡ് ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കൺസീലർ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐ പ്രൈമർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കൺസീലറാണ്. കൺസീലർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഏതൊരു പൗഡർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേയും ക്രീം പ്രോഡക്റ്റിനെ പൗഡർ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൗഡർ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിച്ചു. ക്രീം ടു ക്രീം ആൻഡ് പൗഡർ ടു പൗഡർ, അങ്ങനെയാണ് മേക്കപ്പ് റൂൾസ് വരുന്നത്. ക്രീം പ്രോഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പൗഡർ പ്രോഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ജെൽ ലൈനറാണ്. ജെൽ ലൈനർ ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്ത്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബ്രഷ് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും എങ്ങനത്തെ ബ്രഷാണെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈനർ ബ്രഷാണ്. ഇതിൽ സ്പൂളിയും കൂടെ വരുന്നുണ്ട്. അങ്ങനത്തെ രണ്ടും കൂടെ ചേർന്നൊരു ബ്രഷാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഐബ്രോസ് ഫിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നൊരു ബ്രഷാണ്. അത് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ ജെൽ ലൈനറാണ്. അതിനുശേഷം നമ്മൾ മോഫിയുടെ 35G എന്ന് പറയുന്ന പാലറ്റിൽ ബ്ലാക്ക് കളർ ഷെയ്ഡ് ഇതുപോലത്തൊരു സ്മഡ്ജ് ബ്രഷ് എടുക്കുക. നന്നായിട്ട് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. സ്മഡ്ജ് ചെയ്ത് മേലേക്ക് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ സ്മോക്കി ലൈനേഴ്സ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഐ ഫുള്ളായിട്ട് സ്മോക്ഡ് ലുക്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മേലേക്ക് ജെൽ ലൈനർ അപ്ലൈ ചെയ്തതിന് ശേഷം സ്മഡ്ജ് ചെയ്ത് തുടങ്ങാം. നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഒരു മിനിമം ലുക്കിൽ വരുന്ന ഒരു സ്മഡ്ജ് ലൈനർ ലുക്ക് ആയതുകൊണ്ടാണ് നമ്മൾ പകുതി ഇല്ല, ചെറിയ രീതിയിലൊന്ന് ലൈൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് മേലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊരു ട്രാൻസിഷൻ പോലെയാണ്. ഓക്കെ, ഒരു ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ടോണിൽ നിന്ന് പിന്നെ ഒരു ലൈറ്റ് ടോണിലേക്ക് മേലേക്ക് സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരും. നമ്മൾ ബ്രൗൺസും ബ്ലാക്സും വെച്ചിട്ടാണ് ഈ ഫുൾ ലുക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം ബ്ലാക്ക് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് ഒരു പകുതി വരെ കൊണ്ടുവന്നു. ഇനി അതിൻ്റെ മേലേക്ക് ഒരു ട്രാൻസിഷൻ പോലെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഓറഞ്ചിഷ് ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അത് വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസിഷൻ വരുമ്പോഴത്തേക്കും അത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് നമുക്കൊരു ഡാർക്ക് എന്താ പറയുക മെറൂൺ ഷെയ്ഡിലോ ഡാർക്കുള്ള പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് വെച്ച് മജന്ത എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ലുക്കാണ്. ഇത് നിങ്ങൾക്ക് ഗ്രീനിൽ ചെയ്യാം, ബ്ലൂവിൽ ചെയ്യാം, പല കളേഴ്സിലും ചെയ്യാം.
നമ്മുടെ ഡ്രസ്സ് അനുസരിച്ച് നമ്മുടെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് അനുസരിച്ച് നമുക്ക് പല രീതിയിലും നമുക്കിത് ചെയ്യാം. ഇതിങ്ങനെ സ്മച്ച് ചെയ്ത് മേലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബ്രൗണിൻ്റെ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്തത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് സ്മച്ച് ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ഷെയ്ഡിൽ നിന്ന് അടുത്ത ഷെയ്ഡിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇങ്ങനെ ലൈൻ പോലെ വരരുത്, ഓക്കെ, ഷാർപ്പ് ലൈൻ പോലെ വരരുത്, ഒരു ട്രാൻസിഷൻ മാതിരി വേണം വരാനായിട്ട്, ഓക്കെ. അപ്പോൾ അത് അത്രയും നല്ല രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇതുപോലെ കുറച്ച് സമയം എടുക്കും. ഇതിൽ ഞാൻ ടൈം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, ഓക്കെ. മേലേക്ക് വരുമ്പോഴത്തേക്കും ലൈറ്റ് ബ്രൗണിലോട്ട് വരും. ഇനി കണ്ണിന് താഴെ നമുക്ക് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാജൽ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലൈക്ക് ഒരു കാജൽ ഫുള്ളൊരു ഒരു കാജൽ ലുക്ക് വരുമല്ലോ കണ്ണിന് താഴെ മേലേക്ക് കൂടെ വരുമ്പോഴത്തേക്കും വേറൊരു ലുക്ക്. നമ്മൾ ബ്രൈഡൽ ലുക്സൊക്കെ വരുമ്പോഴത്തേക്കും കണ്ണിന് താഴെ കാജലൊക്കെ വരാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് നിങ്ങൾക്ക് ബ്രൈഡൽ ലുക്കിലും ചെയ്യാൻ പറ്റും. മാറ്റ് ഫിനിഷിലായിരിക്കും ഐ മേക്കപ്പ് വരുന്നതെന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊരു ഷിമ്മറി ഷെയ്ഡൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷിമ്മറി ടെക്സ്ചറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഷിമ്മർ ഷെയ്ഡ്സും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഐ മേക്കപ്പിലൊന്നാണ് സ്മോക്കി ലൈനർ ലുക്സ് എന്ന് പറയുന്നത്. ഹിന്ദു ബ്രൈഡലിലൊക്കെ അടിപൊളിയായിട്ട് ബ്ലെൻഡായി പോണ ഒരു ഐ മേക്കപ്പ് ലുക്കാണ്, ഓക്കെ. അതിനുശേഷം ഞാനിപ്പോൾ ഫാൾസ് ലാഷസ് യൂസ് ചെയ്യുന്നില്ല. മസ്കാര വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ മേലെയും താഴെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കോട്ടിങ് കൊടുക്കണം, എങ്കിലേ ആ ഒരു ഫുൾ ലുക്ക് കിട്ടുള്ളൂ, ഓക്കെ. നമ്മൾ നയൻതാര മാമിൻ്റെയൊക്കെ ലുക്ക് കണ്ടിട്ടില്ലേ, നല്ല മസ്കാരയൊക്കെ വാരി കോരി യൂസ് ചെയ്തിട്ടുള്ള ലുക്ക്. സോ ഇതാണ് നമ്മുടെ ഫിനിഷ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐ മേക്കപ്പ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് ഏത് ലുക്ക് വേണമെന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലുക്സ് എടുത്തിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.